ഹലോ നമസ്കാരം, ഞാൻ ഡോക്ടർ ആദില തോഫിക്. പല ആളുകൾക്കും ഉള്ള ഒരു ഡൗട്ടാണ് പൈനാപ്പിൾ അതുപോലെ പപ്പായ ഈ രണ്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നത് പ്രഗ്നൻസി ടൈമിൽ സേഫ് ആണോ? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പപ്പായയെ കുറിച്ച് പറയാം. ഒരു മോഡറേറ്റ് എമൗണ്ടിൽ നമുക്ക് സേഫ് ആണ്. നല്ല പഴുത്ത പപ്പായ കഴിക്കുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. അൺറൈപ്പ് ആയിട്ടുള്ളതും സെമി റൈപ്പ് ആയിട്ടുള്ള പപ്പായാസ് ആണ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടത്. പപ്പയും അതുപോലെ ലാറ്റക്സ് ഈ ഘടകങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള കാരണമാണ് നമുക്ക് ഈ ഒരു പപ്പായ തിന്നാൻ പാടില്ല എന്ന് പറയുന്നത്. സോ പപ്പായ കഴിക്കുമ്പോൾ നല്ല പഴുത്ത പപ്പായ നോക്കി കഴിക്കുക. ഒരിക്കലും പച്ച പപ്പായയോ അതുപോലെ തന്നെ ചെനച്ച പപ്പായ ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പപ്പായ എങ്ങനെയാണ് അബോർഷൻ അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, പപ്പൈൻ എന്ന് പറഞ്ഞ കണ്ടന്റ് ഉണ്ടല്ലോ, നമ്മുടെ യൂട്രസിനെ കൺട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഏർലി പ്രഗ്നൻസിയിൽ ഈ പച്ച പപ്പായ കഴിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് മിസ്കാരേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്. പൈനാപ്പിൾ ആണെങ്കിൽ നമ്മൾ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് ചൂസ് ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ പൈനാപ്പിൾ പൾപ്പ് അല്ലെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ക്യാൻഡ് ആയിട്ടുള്ള പൈനാപ്പിൾസ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. പൈനാപ്പിൾ ആക്ച്വലി ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, അതുപോലെ ഡൈജഷനെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്രൊമാലിൻ അതുപോലെ ലാറ്റക്സ് ഈ രണ്ട് പദാർത്ഥങ്ങൾ കാരണം പല ആളുകൾക്കും ഈ യൂട്രസ് ക്രാമ്പിങ് അതുപോലെ ലൂസ് ടൂൾസ് അങ്ങനത്തെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. എങ്ങനെയാണെങ്കിലും പൈനാപ്പിൾ ആവട്ടെ പപ്പായ ആവട്ടെ നാച്ചുറലി നല്ല രീതിയിൽ പഴുത്തിട്ടുള്ളത് മാത്രം നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നമസ്കാരം.